കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഗാർഹിക പീഡനക്കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയ യുവാവിന്റെ കാൽപാദത്തിൽ തടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ സ്റ്റേഷന് മുന്നിൽ ഏറ്റുമുട്ടി. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൽ ചേരുകയാണ്. ഷമീർ, ഈ അതിക്രമത്തെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾക്ക് മുൻപ് തന്നെ ഒരാളെ കൊണ്ടുപോയി കാലിന് പരിക്കേൽപ്പിച്ചു എന്ന തരത്തിൽ ഡിവൈഎഫ്ഐക്കാരും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അതോടൊപ്പം ഈ അതിക്രമത്തിന്റെ മറ്റു വിശദാംശങ്ങൾ. രുചീഷ്, ഇരവിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രബിനെ വിളിച്ചു വരുത്തുകയും പ്രബിൻ ഷമീർ, തുടരാം. രുചീഷ്, ഇരവിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പ്രബിനെ വിളിച്ചു വരുത്തുന്നു. അദ്ദേഹം ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം മകളെ കാണാനായി ഭാര്യ ജോലി ചെയ്യുന്ന കടയിലേക്ക് ഇയാൾ ചെന്നു. പക്ഷേ മകളെ കാണിച്ചില്ല. തുടർന്ന് ഈ ഭാര്യ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തുകയും മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയ ശേഷം ഇയാളെ കാൽപാദം കെട്ടിയ ശേഷം തടി ഉപയോഗിച്ച് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി, ഈ പ്രബിൻ്റെയും പരാതി. പ്രബിൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കാനായിട്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മുമ്പിലേക്ക് എത്തിയത്. പക്ഷേ പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്കോ പ്രബിനെ കാണാനോ വിട്ടില്ല. തുടർന്ന് പ്രവർത്തകർ സ്റ്റേഷനുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു. അങ്ങനെ പോലീസ് ഈ വാതിലടയ്ക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പിന്നീട് CA ഇടപെട്ടുകൊണ്ട് CAയുമായി കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും കേസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. സമാനമായൊരു സംഭവം ഇന്ന് ജില്ലയിൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും പ്രബിനും ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. പ്രബിൻ്റെ കാൽപാദം പോലീസ് അടിച്ച് തകർത്തിട്ടുണ്ട് എന്നാണ് പ്രബിൻ്റെ പരാതി. പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിലും ഇതുവരെയും കേസെടുക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇരു കൂട്ടരും വാദപ്രതിവാദങ്ങളുമായി രംഗത്തുണ്ട്. എന്തായാലും പോലീസ് ഇനി കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കി പരിശോധിക്കേണ്ടത്. എന്തായാലും പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമം തുടരുക. എന്തായാലും പോലീസുമായി വലിയ തരത്തിലൊരു കയ്യേറ്റ ശ്രമം അവിടെ ഉണ്ടായിരിക്കുന്നു.